ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ നിൽക്കുന്ന സമയത്ത് മാഷിൻ്റെ ഫോണിലേക്ക് ആരോ വിളിക്കുകയാണ്. അപ്പോൾ മാഷിൻ്റെ ഒരു കൂട്ടുകാരൻ എങ്ങോട്ടാണ് രവി എന്ന് പറഞ്ഞിട്ട്, ആ രവി എന്താ കാര്യം എന്ന് ചോദിക്കാനായിട്ട്, ഞാൻ പറഞ്ഞില്ലേ മലയ്ക്ക് പോകാൻ മാല ഇട്ടിട്ടുണ്ട്, മകരവിളക്കിന് എന്തോ ആ സമയമാകുമ്പോഴാണ് പോകുന്നത് മലയ്ക്ക് എന്നൊക്കെ പറയൂട്ടോ. അപ്പോഴേക്കും അയാൾ ശ്രീകാന്തിൻ്റെ കമ്പനിയിൽ സമരം നടത്തുന്ന കാര്യം പറയാൻ കേട്ടോ. അങ്ങനെ മാഷ് ദേഷ്യത്തോട് കൂടിയിട്ട് അകത്തേക്ക് വരികയാണ്. എന്നിട്ട് മാഷ് കമലാമ്മയോട് പറയുന്നുണ്ട്, നിൻ്റെ മകനെ മാലയിട്ടാലും മല ചവിട്ടിയാലൊന്നും നിൻ്റെ മകൻ്റെ മനസ്സ് നന്നാവുമെന്ന് നീ വിചാരിക്കണ്ട. നമ്മൾ പകൽ നക്ഷത്രം കണ്ടിട്ടാണ് നമ്മൾ ആശിക്കുന്നതെന്ന് നീ മനസ്സിലാക്കിക്കോ. ഒരു ചെറിയൊരു വെളിച്ചം കാണുമ്പോഴേക്കും നമുക്കൊരു ആശ്വാസം തോന്നും. നമ്മൾ വിചാരിക്കുന്നതൊക്കെ സത്യമാണ്. പക്ഷേ നിൻ്റെ മോൻ അങ്ങനെയൊന്നുമല്ല. ആ വേദന ചേട്ട ശ്രീകാന്തിൻ്റെ കമ്പനി പൊട്ടിക്കാനായിട്ട് ഇവൻ സമരം നടത്താണെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം എഴുന്നേറ്റ് പറയും, സമാധാനപരമായിട്ടുള്ള സമരമാണ് ഞങ്ങൾ നടത്തുന്നത്, അല്ലാതെ ഫാക്ടറി പൂട്ടിക്കാനൊന്നും അല്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, എന്നാലും അത് വേണ്ടായിരുന്നു മോനെ എന്ന് പറയും. അപ്പോൾ മാഷ് പറയും, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ വെറുതെ ആശിക്കേണ്ട, ഇവൻ നന്നാവുന്നു. അതുപോലെ വേദന മുഖത്ത് നോക്കിയിട്ട് വേദനയോടും പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നോട് സഹതാപം മാത്രമാണ്. കാര്യം നീ ഇത്രയൊക്കെ ചെയ്യുന്നത് ഇവൻ നന്നാവാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ പകൽ വെളിച്ചത്തിൽ തന്നെയാണ് നീയെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് നിന്നോട് സഹതാപം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മാഷ അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ വിക്രം വിളിച്ച് പറയുന്നുണ്ട്, അയ്യപ്പദോഷം വരുത്തുന്ന ഒന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ മാഷ് ദേഷ്യത്തോട് കൂടിയിട്ട് പോയി വാതിലടയ്ക്കുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. വേദയാണെന്നുണ്ടെങ്കിൽ ആ കാപ്പി എടുത്തിട്ട് പുറത്തേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ പോയത്. പക്ഷേ വിക്രമാണെന്നുണ്ടെങ്കിൽ വണ്ടി എടുത്ത് പുറത്തേക്ക് പോകും. നന്ദിനി വരികയാണ് കേട്ടോ. നന്ദിനി കളിയൊക്കെ, അയ്യോ പോയല്ലേ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ അറിയും, പോയി. അപ്പോൾ നന്ദിനി പറയും, അതെ എനിക്ക് ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. വിക്രത്തിനെ കുറിച്ച് അച്ഛൻ പണ്ട് പറയാറുള്ള പഴഞ്ചൊല്ലാണ്, ഈ കുരങ്ങ് കോലം മറന്നാലും വാല് മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നീ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല, അവനെ നന്നാക്കാൻ പറ്റൂല എന്ന് പറയട്ടോ. പക്ഷേ ഞാൻ വേറൊരു പഴഞ്ചൊല്ല് പറയട്ടെ നന്ദിനി എടുത്തി. പറഞ്ഞോ എന്ന് പറയട്ടെ. നന്ദിനി വിളിച്ചാലേ എപ്പോഴും നന്ദിനി തന്നെയാന്ന് പറയട്ടോ. എന്നുവെച്ചാൽ അല്ല, നന്ദിനി സ്ഥാനത്ത് നായയാണെന്ന് മാത്രം. നായേ? അപ്പം ഞാൻ നായയാണെന്ന് ഇടി എന്ന് പറഞ്ഞിട്ട് ഒച്ചെടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശങ്കരനാരായണൻ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ട. പത്മം വന്ന് ചോദിക്കുന്നുണ്ട്, പ്രശ്നം വഷളാവോ ഒന്നും ചോദിക്കാനിട്ട് അറിയില്ല. ചന്ദ്രശേഖരനുമായിട്ട് അങ്ങനെ ഒരു കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പ്രശ്നത്തിലേക്കായിരിക്കും പോകുക എന്നുള്ളത്. തൊഴിലാളികളുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങളാണ് അവർ തടഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ പത്മം പറയുന്നുണ്ട്, ശ്രീകാന്ത് പറയുന്നത് അവർ പറയുന്നതൊക്കെ ന്യായമല്ല എന്നാണല്ലോ. അപ്പോൾ ശങ്കരനാരായണൻ പറയും, അത് ഏതെങ്കിലും കമ്പനിക്കാർ എന്തെങ്കിലും സമ്മതിച്ച് കൊടുത്തിട്ടുണ്ടോ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന്? അത് അവർ നേടിയെടുത്തിട്ടുള്ള സമരത്തിലൂടെയും നിയമത്തിലൂടെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെയല്ലേ വരൂ. ഞാൻ വേദന വിളിച്ചിട്ടുണ്ട്, എന്തിന് അവരോട് സമരത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നു? അല്ല, വെറുതെ വിളിച്ചതാ. അപ്പോൾ പറഞ്ഞു വിക്രം മലയ്ക്ക് പോകാൻ മാറിയിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശങ്കരനാരായണന് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്തായാലും വരുന്നത് വരട്ടെ, കാണാം എങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും വാസവനും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് കേട്ടോ. ശ്രീകാന്ത് വിക്രത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാസവൻ്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ഷൈക്കൻ്റെ കൊടുക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീകാന്താണെങ്കിൽ വലിയ സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പരിപാടികളൊക്കെ ചെയ്യാലെന്ന് പറയുമ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് ധൃതിയൊന്നും കൂട്ടണ്ട. ഞാൻ ഈ ഷൈക്കൻ്റെ തന്നതേ വിക്രത്തിനെതിരെ എൻ്റെ കാണാൻ വന്നതിൽ മാത്രമാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, കാരണം ഇത് വശത്ത് നിൽക്കുന്നത് നിങ്ങളുടെ പെങ്ങളല്ലേ. അപ്പോൾ പറയുന്നുണ്ട്, എന്താണ് ശരിക്കുള്ള യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം? അത് ഞാൻ പറഞ്ഞതല്ലേ സാറിനോടെന്ന് പറയാം കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല. എന്തായാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി നോക്കട്ടെ, അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം. ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നത് മാത്രം കേട്ടാൽ മതി. പിന്നെ എന്ത് കാര്യം എന്ന് ചോദിക്കേണ്ട, അതൊന്നും അത്ര തിരക്കൊന്നും കൂട്ടണ്ട. തിരക്ക് കൂട്ടുന്നതേ ഈ വാസവന് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനൊന്ന് ഭീഷണി പിടിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ പിരിയാണ് കേട്ടോ. അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ ഓഫീസിൽ പോകാനായിട്ട് വരികയാണ്. അപ്പോൾ നന്ദിനി വന്നിട്ട് ചോദിക്കും, വേദൻ്റെ ഈ നേരത്ത് പോകുന്നത്? കാലത്തൊരു തവണ പോയതല്ലേ, പിന്നെ ഉച്ചയ്ക്കും പോകുന്നുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. ഞാനൊരു ഫയൽ എടുക്കാൻ വേണ്ടി വന്നതാന്ന് പറയട്ടോ. എന്നിട്ട് ഫയൽ എടുത്തോ? എന്നാൽ പോയിക്കോ, നല്ല വെയില പുറത്ത്, വേഗം പോക്കോ. വേദയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചാൽ നല്ല സുഖമായിരിക്കും പോകാനായിട്ട് എന്ന് പറയും. അപ്പോൾ വേദ പറയും, ഞാനൊരു കാറ് വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കുകയാണെന്ന് പറയും. ശരി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ എന്തോ ഒരു കളത്തരം നന്ദിൻ്റെ അടുത്ത് ഫീൽ ചെയ്യാൻ കേട്ടോ വേദയ്ക്ക്. നന്ദിനി ബാക്കിൽ ഒരു കവർ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വേദ ചോദിക്കും, എന്താ നന്ദിൻ്റെ അടുത്തേക്ക് ഒരു കള്ളത്തരം? എന്താ വേദ ഇത്? വേദ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത്? ഞാനും വേദന എടുത്തി തന്നെയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അയ്യോ ഞാൻ സംശയിച്ചതൊന്നുമല്ല, എന്നാലും എന്താ ബാക്കിൽ കവറിൽ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആ കവറോ എവിടെ? അതേ ബാക്കിൽ
അത് അത് ദന്തപാലരെണ്ണ എന്തിന് വെറുതെ വെറുതെ അല്ലല്ല തല നിറച്ച് താരൻ അതുകൊണ്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ആണോ ആ ശരി എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നന്ദിനി എന്തൊക്കെ അറിയണം അവൾക്ക് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുകയാണ്. വേദയ്ക്കാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സംശയം എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. നന്ദിനി വേഗം തന്നെ ആ ഒരു കവറും കൊണ്ട് പോയിട്ട് അടുക്കളയിൽ നിന്ന് ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അകത്തേക്ക് പോകുകയാണ്. എന്നിട്ട് ഒരു ബോക്സ് ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ കാല് തന്നെ എടുത്ത് കഴിക്കുകയാണ്. ദൈവമേ എത്ര നാളായി പുല്ലും വൈക്കോട് തിന്ന് ഇങ്ങനെ ജീവിക്കേണ്ടി വരാം എന്ന് പറയുന്നത്. വേദയാണെന്നുണ്ടെങ്കിൽ ഒളിഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ബിരിയാണി കണ്ടോട് വേദ ആകെ ഞെട്ടാണ്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നിട്ട് വേഗം കിച്ചണിലേക്ക് പോകുകയാണ്. അമ്മ ഒന്നും ഇങ്ങോട്ട് വന്നേ ഞാൻ കാര്യം കാണിച്ചു തരാം. എന്താ മോളെ വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഇത് മിസ്സാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ വേദയല്ല നന്ദിനി ബിരിയാണി തിന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ആ സമയത്ത് നമ്മൾ കമലാമ്മനോട് നന്ദിനെ വിളിക്കാൻ പറയട്ടെ. അപ്പം നന്ദിനെ വിളിക്കണം. നന്ദിനി ഒന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയാം. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ബിരിയാണി ഒരു പാത്രത്തിൽ ആ പാത്രത്തിൽ തന്നെ അടച്ചു വെച്ച് കയ്യിലുണ്ടായിരുന്ന ആ കാല് സാരിത്തുമ്പിൽ മടക്കി പിടിച്ചിങ്ങോട്ട് വരികയാണേ. അപ്പോൾ കമലാമ്മ ചോദിക്കുകയാണ് നീ എന്തെടുക്കായിരുന്നു അതിൻ്റെ ഉള്ളിൽ? ഞാൻ വെറുതെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേദ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നല്ലേ? അതെ ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും എന്ന് പറഞ്ഞിട്ടോ. വെറുതെ ആലോചിച്ചിരുന്നാണ് എന്തോ ഒന്നുണ്ടല്ലോ വേദ പറയാൻ കേട്ടോ. അപ്പോൾ കമൽ ചോദിക്കുന്നുണ്ട് നീ എന്തെടുക്കായിരുന്നു ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ എന്ന് ചോദിക്കും. അയ്യോ ഞാൻ എന്തെടുക്കണേ എന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയും കോഴീൻ്റെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ അത് ഒരു കോഴി ഇതിൽ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. വെച്ച കോഴീൻ്റെ മണമാണെന്ന് മറ്റേ സിനിമയിലെ ഡയലോഗ് പറയട്ടോ വേദ. വേദ മോള് കയറി നോക്ക്. അയ്യോ എന്തിനാ എൻ്റെ മുറിയിലൊന്നും ഇല്ല എന്ന് പറയട്ടോ. അത് വേദ നോക്കട്ടെ. എൻ്റെ മുറിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടില്ലെങ്കിലേ അപ്പം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് വേദ അവിടെ അകത്ത് കയറിയായിട്ട് കുറേ പരിശോധിച്ചതിന് ശേഷമാണ് കേട്ടോ അതിൽ ബോക്സ് കിട്ടുന്നത്. എന്നിട്ട് പറയും അമ്മേ ഒരു ബോക്സ് എന്ന് പറഞ്ഞിട്ട് ബിരിയാണി ബോക്സ് കമലയുടെ കൈ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി പറയും കയ്യിലൊരു കാലുണ്ടായിരുന്നല്ലോ അതെവിടെ എന്ന് ചോദിക്കും കേട്ടോ. അത് എന്ന് പറഞ്ഞിട്ട് സാരിയുടെ തുമ്പിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കണം. അയ്യേ കമലാമ്മ പറയാണ് ബിരിയാണിയുടെ ബോക്സ് കയ്യിലും കാല് സാരിത്തുമ്പിലോ എന്തൊക്കെ കാണുന്നത്. നിനക്കെന്താ നന്ദിനി അത്രയ്ക്കും സഹിക്കാൻ പറ്റാണ്ടായോ നോൺ വെജ് കഴിക്കാണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത അറിയാണ് കേട്ടോ. എന്നിട്ട് വേദ പറഞ്ഞാണ് ഇതിന് തക്ക പരിഹാരം കാണും, അതായത് നല്ലൊരു ശിക്ഷ കൊടുക്കണം. അപ്പോൾ നന്ദിനി പറഞ്ഞു ശിക്ഷയോ? എന്ത് ശിക്ഷ? അതൊക്കെ ഉണ്ട് ശിക്ഷ. ഉണ്ണാവ്രതം അതെ ഇന്നും നാളെയും നന്ദിനി അടുത്തി ഒരു തുള്ളി വെള്ളം പോലും ഇവിടുന്ന് കുടിക്കരുത്. മറ്റന്നാളേ അത് മാറ്റാം. മറ്റന്നാൾ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. ഇനി വാക്കെങ്ങാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിലേ ഉപവാസമായിരിക്കും. ഉപവാസം മറക്കണ്ട എന്ന് പറയട്ടോ. അയ്യോ അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയട്ടെ. അത് ചെയ്യുക വേണം. കമലാൻ പറയുന്നുണ്ട് നീ ഇപ്പം ഈ ചെയ്ത തെറ്റിനെ ഞാൻ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് വഴിപാടൊക്കെ കഴിച്ചോളാം. നിനക്ക് അറിഞ്ഞൂടെ ഇവിടെ ഒരു വിക്രം മാല ഇട്ടിട്ട് മലയ്ക്ക് പോകാൻ നോൽപ്പെടുത്തിട്ടുള്ള കാര്യം. എന്നിട്ടാണ് നീ വകച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ അമ്മേ ഒരബദ്ധം പറ്റിയതാണ് അമ്മേ, അബദ്ധം. ഇനി ഈ മേലിൽ അബദ്ധം പറ്റാതിരിക്കാനേ വേദ പറഞ്ഞതുപോലെ വ്രതം നോറ്റോളം പറയട്ടോ. അങ്ങനെ നന്ദിനി വിഷമത്തോട് കൂടിയിട്ടൊക്കെ ആര് കടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അവർ പോയപ്പോൾ. പക്ഷേ പിന്നെ കടിക്കാതെ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ കമലാമ്മ. തൊഴുത് നിൽക്കുന്ന സമയത്ത് നമ്മളെ പത്മം വരികയാണ്. എന്നിട്ട് പത്മം പറയുന്നുണ്ട് എനിക്കൊരു 5 മിനിറ്റ് സംസാരിക്കണമായിരുന്നു, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാമെന്ന് പറയാം കേട്ടോ. അങ്ങനെ രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പത്മം പറയുന്നുണ്ട് എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് കമല ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ വിചാരിച്ചു കമല ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് പത്മത്തിൻ്റെ വിഷമാണോ ഞാൻ കാണേണ്ടത്, വേദന സന്തോഷമാണോ ഞാൻ കാണേണ്ടത്, ഏതിനാണ് ഞാൻ മുൻകൈ കൊടുക്കേണ്ടത്, മുൻതൂക്കം കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അതെന്താ കമല അങ്ങനെ പറഞ്ഞത്? വേദ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവിടെ സന്തോഷം അഭിനയിച്ച് ജീവിക്കുന്നല്ല, ആ കുട്ടി അവിടെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ജീവിക്കുന്നത്. ഞാനും കരുതി അവൾ വലിയ വീട്ടിൽ നിന്ന് വന്നതല്ലേ, അവൾ ആ വീട്ടിൽ സന്തോഷം അഭിനയിച്ച് ജീവിക്കുകയായിരിക്കുന്നു. പിന്നെ മാത്രമല്ല മാഷു എന്നോട് പറഞ്ഞു ഞാനാണ് അവളുടെ ജീവിതം നശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പത്മം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് കുറച്ച് നാൾ ദേഷ്യത്തോടു കൂടി പെരുമാറിയത്. അവൾ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ അവൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. ഞാനങ്ങനെ പെരുമാറിയെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അവൾ കൂടുതലും ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഞങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തവളാണ്. അതുകൊണ്ട് വേദ നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ആ വീട്ടിൽ ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇനി അവൾ എന്തായാലും ആ വീട്ടിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് ആർക്കും കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പത്മം പറയുന്നുണ്ട് അതവളുടെ ദുർവാശി കൊണ്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ എന്ന് പറയാൻ കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.